നമസ്കാരം. നടപ്പാകാത്ത വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് മേടിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു രീതിയാണ്. പലപ്പോഴും കൊടുത്ത വാഗ്ദാനത്തിൽ കുടുങ്ങി ആപ്പിലാകാറുണ്ട് കോൺഗ്രസ്. അങ്ങനെ ആപ്പിലാക്കിയ ഒരു വാഗ്ദാനമാണ് സ്ത്രീകളുടെ സൗജന്യ യാത്ര. തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്തതുപോലെ സ്ത്രീകളുടെ യാത്ര സൗജന്യമാക്കിയതിനെ തുടർന്ന് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഇപ്പോൾ കഴിഞ്ഞ 3 മാസം കൊണ്ട് 295 കോടി രൂപയുടെ നഷ്ടമാണ് കർണാടക KSRTCക്ക് ഉണ്ടായത്. ഇതിനെ തുടർന്ന് ആപ്പിലായ കർണാടക സർക്കാർ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 20% ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിക്കാൻ നോക്കുകയാണ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കീഴിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ വർഷം ആരംഭിച്ച ശക്തി പദ്ധതി പ്രകാരമാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ അനുമതി നൽകിയത്. സ്ത്രീകൾക്കിടയിൽ ഉടനടി ഹിറ്റായി മാറിയ പാർട്ടിയുടെ പ്രധാന വോട്ടെടുപ്പ് പ്ലാനുകളിൽ ഒന്നായിരുന്നു ഇത്. എന്നിരുന്നാലും ഈ പദ്ധതിയുടെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ 1 വർഷത്തിനുള്ളിൽ തന്നെ പാർട്ടി തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടത്തെക്കാൾ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.